കോട്ടയം കോട്ട ആര് പിടിക്കും? ക്ഷേത്രങ്ങളുടെ നഗരമാണ് കോട്ടയം. ആ കോട്ടയത്ത് ഇത്തവണ ആര് വാഴും? കഴിഞ്ഞവണ കോട്ടയത്ത് വാണത് LDF. ഇത്തവണ LDFന് കടുത്ത വെല്ലുവിളിയും ഉയർത്തിക്കൊണ്ട് UDF നിൽപ്പുണ്ട്. എന്തായാലും കോട്ടയിലേക്ക് നമുക്ക് കടക്കാം. കോട്ടയത്തെ സർവേയിൽ ആദ്യമായി കോട്ടയം തന്നെ എടുക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കോട്ടയം. അദ്ദേഹം കഴിഞ്ഞ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. K. അനിൽകുമാറാണ് അവിടെ LDF സ്ഥാനാർത്ഥി. P. അനിൽകുമാറാണ് അവിടെ NDF സ്ഥാനാർത്ഥി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം നിലനിർത്തും. കടുത്തുരുത്തി നിർമ്മല ജിമ്മിയാണ് അവിടെ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി. മോൻസ് ജോസഫ് UDF സ്ഥാനാർത്ഥി. ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ. സുരേഷ് എടിക്കുന്നിലാണ് നമ്മുടെ NDA സ്ഥാനാർത്ഥി. അപ്പോൾ അവിടെ വിജയിക്കുന്നത് മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫിന് ഒരു ഈസി വാക്ക് ഓവർ കടുത്തുരുത്തിയിൽ ലഭിക്കും. ഇനി വൈക്കമാണ്. CPIയുടെ ഉറച്ച കോട്ടകളിൽ ഒന്നായ വൈക്കം. അവിടെ P. പ്രദീപാണ് CPI സ്ഥാനാർത്ഥി. K. ബിനിമോനാണ് UDF സ്ഥാനാർത്ഥി. അവിടെ UDFും LDFും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. അവിടെ വൈക്കത്ത് P. പ്രദീപ് തന്നെ വിജയിക്കും. വൈക്കം കോട്ട CPI നിലനിർത്തും. PS ശ്രീനിവാസനൊക്കെ വിജയിച്ച മണ്ഡലമാണ് വൈക്കം എന്നുകൂടി ഓർക്കണം. ഇനി ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂരിൽ VN വാസവനാണ്, മന്ത്രി കൂടിയായ VN വാസവനാണ് തുടർന്നും മത്സരിക്കുന്നത്. നാട്ടകം സുരേഷാണ് UDF സ്ഥാനാർത്ഥി. ആതിര P. നായരാണ് NDA സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥിക്ക് അവിടെ ഒന്നും നേടാൻ കഴിയില്ല. VN വാസവനും നാട്ടകം സുരേഷും തമ്മിലാണ് പ്രധാന മത്സരം. അവിടെ VN വാസവൻ മണ്ഡലം നിലനിർത്തും. ഇനി പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനാണ് UDF സ്ഥാനാർത്ഥി. ചാണ്ടി ഉമ്മൻ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അവിടെ KM രാധാകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥി. രവീന്ദ്രനാഥാണ് NDA സ്ഥാനാർത്ഥി. അവിടെ ചാണ്ടി ഉമ്മൻ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജോബ് മൈക്കിളാണ് സ്ഥാനാർത്ഥി. വിനു ജോസഫാണ് UDF സ്ഥാനാർത്ഥി. രാധാകൃഷ്ണ മേനോനാണ് NDA സ്ഥാനാർത്ഥി. ചങ്ങനാശ്ശേരിയിൽ LDF വിജയിക്കും. അവിടെ ജോബ് മൈക്കിൾ മണ്ഡലം നിലനിർത്തും. ഇനി കാഞ്ഞിരപ്പള്ളിയാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. N. ജയരാജാണ് അവിടെ LDF സ്ഥാനാർത്ഥി. സോണി K. ബേബിയാണ് UDF സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് LDF സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി. LDF അല്ല, NDA സ്ഥാനാർത്ഥി. അവിടെ ജോർജ് കുര്യനും N. ജയരാജും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ N. ജയരാജ് വിജയിക്കും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത്. ഇനി പൂഞ്ഞാറാണ്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് LDF സ്ഥാനാർത്ഥി. അദ്ദേഹം സിറ്റിംഗ് MLA കൂടിയാണ്. സെബാസ്റ്റ്യൻ J ആണ് UDF സ്ഥാനാർത്ഥി. PC ജോർജാണ് അവിടെ NDA സ്ഥാനാർത്ഥി. യഥാർത്ഥ മത്സരം അവിടെ നടക്കുന്നത് സെബാസ്റ്റ്യൻ കുളത്തിങ്കലും PC ജോർജും തന്നെയാണ്. അവിടെയും LDF മണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത്. ഇനി പാലയാണ്. ഏവരും ഉറ്റുനോക്കുന്ന പാല. അവിടെ ജോസ് K. മാണിയാണ് LDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ജോസ് K. മാണിയെ അട്ടിമറിച്ചിരുന്നു മാണി സി കാപ്പൻ.
ഇത്തവണ മാണി സി കാപ്പൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA കൂടിയായ മാണി സി കാപ്പൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി. ഷോൺ ജോർജാണ് NDA സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥി. ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ മാണി സി കാപ്പൻ്റെ നില പരിതാപകരമാണ്. ജോസ് കെ മാണിക്ക് പിന്നിൽ അണിനിരന്ന് LDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ദൗർഭാഗ്യം മുഖേന നഷ്ടപ്പെട്ട ജോസ് കെ മാണിക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ് പാല. ജോസ് കെ മാണി പിടിച്ചെടുക്കും. അങ്ങനെ വരുമ്പോൾ 6 സീറ്റുകൾ LDFും 3 UDFും നേടും. വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല എന്നീ 6 സീറ്റുകളാണ് LDF നേടുന്നത്. UDF കോട്ടയം, കടുത്തുരുത്തി, പുതുപ്പള്ളി എന്നീ സീറ്റുകൾ നേടും. കോട്ടയവും കടുത്തുരുത്തിയും പുതുപ്പള്ളിയും UDF നിലനിർത്തുന്ന മണ്ഡലങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മണ്ഡലം പോലും LDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ UDFന് ആകില്ല എന്നുള്ളതാണ് കോട്ടയം സർവേ തെളിയിക്കുന്നത്. കോട്ടയം സർവേ വളരെ പ്രധാനമാണ്. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ് കോട്ടയം. കേരള കോൺഗ്രസിൻ്റെ തട്ടകം കൂടിയാണ് കോട്ടയം. കേരള കോൺഗ്രസിൻ്റെ തട്ടകം കൂടിയായ കോട്ടയത്ത് ഇങ്ങനെ ഒരു ത്രികോണ മത്സരം 2-3 മണ്ഡലങ്ങളിൽ നടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ആ ത്രികോണ മത്സരമൊന്നും LDFിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത്. എന്തായാലും കോട്ടയത്ത് ആര് വാഴും ആര് വീഴും എന്നതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. LDF കോട്ടയം വാഴും, UDF കോട്ടയത്ത് വീഴും.